സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചേലക്കര മേഖലയിലെ പ്രസിഡന്റ്, വള്ളത്തോൾ സാഹിത്യപീഠത്തിന്റെ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര തെളിയിച്ച ആളാണ്. തൃശൂർ ജില്ലാ ക്ഷേമ സമിതി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. കൂടാതെ നമ്മുടെ സാക്ഷരതാ രംഗത്തും മറ്റ് കലാരംഗത്തും വളരെയധികം മികവ് പുലർത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് ചെലപ്പൻ മാസ്റ്റർ. സമൂഹത്തിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളത് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ തന്നെ ഒരു മുഖമുദ്രയാണ്. സമൂഹത്തിന് വേണ്ടിയാണ് അവർ എഴുതുന്നതും മറ്റുള്ള അവരുടെ പ്രവർത്തികളെല്ലാം തന്നെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണ ദിനം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനിക്കുകയും ചെറുപ്പത്തിൻ്റെ വളരുകയും ചെറുപ്പത്തിൻ്റെ ജീവിക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ടും ചെല്ലമാഷ അവിടെ വന്ന് താമസിച്ച ആളായതുകൊണ്ടും ചെല്ലമാഷ നാട്ടുകാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാഷ് ഒരു 7 മണി വരെ ഉണ്ടാവും. ചെറുപ്പത്തിൽ സ്കൂളിൽ തന്നെയായിരിക്കും ഞങ്ങൾ 7 മണി വരെ. സ്കൂളിലെ കാര്യങ്ങളുണ്ടാകാം, മറ്റു കാര്യങ്ങളുണ്ടാകും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇന്ന് നമ്മൾ ചെല്ലമാഷയെ പോലെ ഒരു 4-5 ആൾക്കാർ 5-6 ആൾക്കാർ 7 മണിക്ക് പോകും. അതുവരെ ഞങ്ങളുടെ കൂട്ടായ്മ അവിടെ എപ്പോഴും ഉണ്ടാകും, ഏത് ദിവസവും ഉണ്ടാകും. അപ്പം ചെല്ലമാഷോടുള്ള പ്രത്യേകത എന്താ, അവിടെയുള്ള ഈ കലാരംഗത്തുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിലത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ചെല്ലമാഷായിരിക്കും. അത് മാത്രമേ കലാരംഗത്ത് മാത്രം മാഷുള്ളൂ എന്നുള്ള ധാരണയും വേണ്ട. കാരണം കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ പല സർക്കാർ സ്കൂളിലാണ് ഞങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുള്ളത് നമുക്കറിയാലോ. സർക്കാർ സ്കൂളിൽ എത്രയോ പാവപ്പെട്ട കുട്ടികളുണ്ടാവും, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളുണ്ടാവും. ഈ കുട്ടികൾക്കൊക്കെ വേണ്ട പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഒരു ടീമായി നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഞങ്ങൾ 5-8 ആൾക്കാരുണ്ട്. ആ 5-8 ആൾക്കാരിൽ ഒരാളാണ് ചെല്ലമാഷ. അപ്പം അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ കൂടെ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ് ചെല്ലമാഷ എന്നുള്ള കാര്യം ഓർമ്മയ്ക്കായിരിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇനി അതല്ല, നാട്ടിലുള്ള ആൾക്കാർ മാഷോടെ പ്രകാരമായതുകൊണ്ട് നാട്ടിലറിയും. അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ അവരെ പരമാവധി മാഷെ കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ സഹായിക്കുന്ന സ്വഭാവമുള്ള മാഷ്. വെറും എഴുത്തുകാരൻ മാത്രമായിട്ടല്ല, അവരെ പരമാവധി സഹായിക്കുന്ന സ്വഭാവമുള്ള മാഷ്. അങ്ങനെ ചെല്ലമാഷ അവിടെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും ഒരാളോടും ഒരു വിദ്വേഷത്തോടു കൂടി സംസാരിക്കുകയോ ചെല്ലമാഷും ഇന്നാളും തമ്മിലൊരു അടിയുണ്ടായാലോ ബഹളം ഉണ്ടായി വർത്തമാനം ഉണ്ടായാലും കേൾക്കില്ല. കാരണം അങ്ങനെ പറയാറില്ല. ഒരാളോടും ഒരു വിദ്വേഷത്തിനോ ഒരു എതിർപ്പിനോ പോകാറില്ല മാഷ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കേൾക്കാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ തികഞ്ഞ മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം. അപ്പം പറയാതിരിക്കുന്നില്ല. മനുഷ്യരോടുള്ള സ്നേഹം ഉണ്ടാവുക. വെറും ഞാനൊരു വലിയ എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലെങ്കിലും ഞാൻ മനുഷ്യ സ്നേഹം വേണ്ടേ, മനുഷ്യരോടല്ലേ ഇടപഴകണം. അപ്പോൾ മനുഷ്യരോടുള്ള സ്നേഹം വേണ്ടേ. ആ മനുഷ്യ സ്നേഹം നേരിട്ട് കാണിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ ചെല്ലമാഷക്ക് വിശേഷിപ്പിക്കാം. ഏത് സുഖദുഃഖത്തിലും ചെല്ലമാഷ ഉണ്ടാവും. ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഞാനെൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് ചെറിയൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീട് വാർക്കാൻ വേണ്ടി സിമെൻറ്റും മെറ്റലൊക്കെ ചേർത്തിട്ട് അതിന് മുകളിൽ പലയെ കഴുത്തി കൊടുന്നിടുമ്പോൾ ഒരു കമ്പി എടുത്ത് അത് കുത്താൻ ചെല്ലമാഷ വന്നു. ചെല്ലമാഷ കൂടെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വേറെ 1-2 മാഷന്മാരുടെ ചെല്ലമാഷയുടെ കൂടെ വന്ന് കമ്പി എടുത്തിട്ട് ഈ സിമെൻറ്റ് അതിനുള്ളിൽ കുത്തി ഇറക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ കുത്തി ഇറക്കാൻ കൂടെ ചെല്ലമാഷ നടന്നു. അപ്പോൾ എല്ലാവരുടെയും സുഖദുഃഖത്തിലും മാഷ് പങ്കെടുക്കുന്ന സ്വഭാവമുണ്ട്. എല്ലാവർക്കും സുഖദുഃഖത്തിലും മാഷുണ്ടാവും, കൂടെ ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല. സ്കൂളിൽ എന്ത് പ്രശ്നത്തിലും മാഷുണ്ടാവും. എല്ലാ രംഗത്തും മാഷുണ്ടാവും. പിന്നെ സാഹിത്യ രംഗങ്ങളിലേക്ക് ഒരു സമയത്ത് മാഷായിരിക്കും തറഞ്ഞെന്നുള്ളതല്ലാതെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതിന് പരമാവധി സഹായിക്കുക. പിന്നെ നമ്മുടെ സബ്ജില്ലാ ലെവലുകളും പല യൂത്ത് ഫെസ്റ്റിവലുകളുണ്ട്. സബ്ജില്ലാത്ത ലെവലുള്ള യൂത്ത് ഫെസ്റ്റിവൽ പല സ്കൂളിൽ വെച്ച് നടത്തുന്നത് നമുക്കറിയാം. ഈ എല്ലാ യൂത്ത് ഫെസ്റ്റിവലിൻ്റെയും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും പ്രോഗ്രാമിൻ്റെ കൺവീനറൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം മാഷായിരിക്കും നടത്തുന്നവർ. അവിടെ മാത്രമല്ല, ഷൊർണൂർ ഉപജില്ലയത്തെ യൂത്ത് ഫെസ്റ്റിവലോ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ചുക്കാൻ പിടിക്കാനും ഞാനും ചെല്ലമാഷ കൂടി പലപ്പോഴും വന്നിട്ടുണ്ട് ഷൊർണൂരിൽ. അപ്പോൾ പഴയ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് ഓർമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഷൊർണൂർ ഉപജില്ലയുടെ. അപ്പോൾ അങ്ങനെ ഈ എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും മാഷുണ്ടാവും. യുവജനോത്സവ മേളകളിൽ മാഷില്ലാത്ത യുവജനോത്സവ മേളയില്ല. അതുപോലെ തന്നെ കലയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും മാഷ് കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല. ഇനി സ്കൂളിലത്തെ മറ്റു കാര്യങ്ങളോ
അങ്ങനെ ഇവരൊക്കെ അവിടെ പഠിച്ചു. അഞ്ചിലേക്ക് അവിടെ പഠിക്കുന്നത് എൻ്റെ 3 പെൺകുട്ടികളാണ്. എൻ്റെ 3 പെൺകുട്ടികളും അവിടെ തന്നെ പഠിച്ചത്. ആ സ്കൂളിൽ തന്നെ പഠിച്ചത്. റൂത്തി സ്കൂളിൽ തന്നെ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചത്. യാതൊരു സംശയമില്ല. എൻ്റെ കൂടെ തന്നെ സ്കൂളിൽ വരികയും പോയും പഠിക്കുകയും ചെയ്ത് അവിടെ 3 പെൺകുട്ടികൾ അവരെ ഓരോ വഴിക്ക് പോയി. ഞാൻ എൻ്റെ പേര് രാമേന്ദ്രൻ. എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാം മനുഷ്യസ്നേഹിയായ ചെല്ലപ്പാഷയെ അറിയാം. കാരണം ഏത് പ്രശ്നത്തിലായാലും ഏത് കാര്യത്തിലും ആരുടെ പ്രശ്നമായാലും മാഷെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹായങ്ങളും സഹകരണം ചെയ്യുക എന്നുള്ളത് മാഷ് സ്ഥിരം ചെയ്തിരുന്ന ജോലിയാണ്. എന്തിനായാലും ഏത് കാര്യത്തിനായാലും മാഷ് സാധിക്കുന്ന രീതിയിൽ. ഏറ്റവും അവസാനം മാഷ് ഈ വരാത്ത ഒരേ രംഗത്ത് വലിയ സ്പോർട്സ് രംഗത്തേക്ക് മാഷ് ചിലപ്പോൾ കണ്ടിട്ടില്ല. ഞാനൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് നിൽക്കുമ്പോൾ മാഷനോട് വരാറില്ല എന്ന് മാത്രമേ ബാക്കി എല്ലാ രംഗത്തും മാഷോടെ ഉണ്ടാവുന്നതാണ്. കുട്ടികളുടെ കുട്ടികൾക്ക് കഴിയുന്ന അവരുടെ സാഹിത്യ വാസനകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ മാഷ് ചെയ്യും. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ മോള് വന്നിരുന്നു അവിടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ മോളെ എന്നോട് പോയി പറഞ്ഞു, എനിക്കിപ്പോൾ ചില മാഷ ഇപ്പോഴും കൂടി ഉറക്കം വന്നു എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവൾ പറഞ്ഞത് അനഘം ഒരു വാക്ക് വളരെ SSLCക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന അനഘം ഒരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. അവൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അവൾ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അവൾ കിട്ടിയില്ല. അപ്പം അവൾ അഖം എന്നുള്ള വാക്കിന് അർത്ഥം നല്ലത് നല്ല അർത്ഥത്തിലാണ്. അപ്പം അനഘം എന്ന് പറഞ്ഞാൽ മോശമായത് എന്നുള്ള അർത്ഥത്തിലായിരിക്കും തീർച്ചയായിട്ടും കളങ്കമായതെന്ന് എഴുതി വെച്ചു അത്രേ. വെച്ചിട്ട് പുറത്തിറങ്ങി എന്നോട് എന്നാ പറയുന്നത്. പുറത്തിറങ്ങിയ ചില മാഷെ കണ്ട് ചോദിച്ചു SSLCക്കാണ് ചോദിച്ചപ്പോൾ അപ്പം മാഷ് തിരിച്ചവളോട് കൂടെ ചോദിച്ചു എന്താ കുട്ടി വാക്കില്ല അർത്ഥം. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ എന്നാൽ ശരിയാ കുട്ടി എഴുതി കേട്ടോ. അവൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പറഞ്ഞത്. അതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചില മാഷത്തിൽ വന്നാൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ അത്രയും കാര്യം ഞങ്ങൾക്ക് സാഹിത്യപരമായിട്ടല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാഷാപരമായി എന്ത് സംശയം വന്നാലും ചോദിക്കുക. ചില ഭാഷ വിളിച്ചിട്ടാണ് ചോദിക്കുക. ഭാഷാപരമായ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് സംശയം വരും. ചില ഭാഷ വിളിച്ചു ചോദിക്കും. ഭാഷ അതിനുള്ള മറുപടി ഭാഷ തരും ചെയ്യും. സന്തോഷമായിട്ട് കൊണ്ടെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ കൂടെ നടന്ന് അവസാനം വരെ കൂടെ ഉണ്ടായി. മാഷോടെ എല്ലാവർക്കും നമ്മളെ വിട്ടുപോയി. എന്നിരുന്നാലും ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ എല്ലാ ഭാഷയെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. അത് ഒരിക്കലും മായില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളൊന്നും അത്ര വലിയൊരു സാഹിത്യകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരനോ ഒന്നും ആയിട്ടല്ല. എന്നിരുന്നാലും മാഷയുടെ ആ ഓർമ്മ, മാഷ നമ്മളോട് കാണിച്ച ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മുഴുവൻ അത് മാത്രമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് മുഴുവൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാവില്ല. ചിലർക്ക് മുതൽ ബാക്കി ഇപ്പോഴും ഉണ്ടാവും. ആ സ്നേഹം ഇപ്പോഴും കുറച്ച് മാഷിനെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് മാഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ഓർമ്മയിലേക്ക് എന്നെ എത്തിക്കാൻ ശ്രമിച്ച ഇതിൻ്റെ സംഘാടകരായ ആളുകൾക്കും പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ബാഗെടുത്ത് അച്ഛൻ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് വരിക. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ വന്നതിന് ശേഷം അച്ഛൻ വിളിച്ച് പറയും ഞാൻ KTRൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്ന് വിവരം പറയും. അങ്ങനെ അച്ഛനെ ഞങ്ങളെക്കാട്ടിയും കൂടുതൽ ഒരു പക്ഷേ അറിയുന്നത് മാഷക്കായിരിക്കും. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ഒരുപാട് പോളിസികളായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ജീവിച്ചിരിക്കുന്നതിനെക്കാട്ടിയും നല്ലത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിയും വാല്യൂ ആണ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഓർമ്മിച്ച് എന്തെങ്കിലും പറയുന്നതെന്ന്. അതിപ്പോൾ ഞാനിവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഈ 2ാം വർഷത്തിലും ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിന്ന് അച്ഛനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെല്ലപ്പൻ മാഷ്ക്ക് ഒരു കോർണർ, ബുക്കിൻ്റെ ഒരു കോർണർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുസ്തകം മൂലം. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രങ്ങളോട് കൂടിയിട്ട് ആ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിജയാനന്ദനോട് ചോദിച്ചു എന്താ പൊതു കഥ. അവ പറഞ്ഞു അല്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിൽ കയറിക്കൂടിയ ഒരാളാണ്.
ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ആ ഒരു വായനശാല അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു സ്ഥാനം വളരെ വലുത്. അജിതയോട് പറഞ്ഞു ഞാൻ ഇത് വളരെ നന്നായി, ഇനി ഞാൻ മരിച്ചാൽ എനിക്കും വേണ്ടിയിട്ട് ഒരു 4 പുസ്തകം അങ്ങനെ വയ്ക്കിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ അവിടെ ഞാൻ അനുഭവിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഈയിടെ ചെറുതുരുത്തി വെച്ചിട്ട് 2-3 ചടങ്ങുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ സദസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ആ ബ്യൂട്ടി ഇതുണ്ടല്ലോ, ഒരു ഹാപ്പിനെസ് കോർണർ, അവിടെ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസം ഇന്നുണ്ടായി. പിന്നെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചെറിയൊരു അനുസ്മരണം കണ്ടു. എവിടെ ചെന്നാലും ഇങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കും, അത് കേൾക്കും. ഒരു ജാടകളില്ലാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, രാമേന്ദ്രൻ മാഷിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞ സ്നേഹം കാണിക്കുന്ന, മനുഷ്യപ്പറ്റുള്ള ഒരാൾ. അതിപ്പോൾ അധികം ആൾക്കും ഇല്ല. ഇരട്ടക്കൊമ്പ് മുളച്ചവർക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു കൊമ്പും എനിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, അതായിരുന്നു രാമേന്ദ്രൻ മാഷ്. എന്തായാലും അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കും. അദ്ദേഹമായിട്ട് കാണുന്നത്, അദ്ദേഹത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് നമുക്കൊരു ആശ്വാസമാണ്. ആ നിലയിലാണ് അദ്ദേഹം സാഹിത്യ രംഗത്ത്, ചിത്രകാരനത്ത്, അധ്യാപന രംഗത്ത്, ഇതിലൊക്കെ ഉപരി ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യത്വം, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഉറച്ച അഭിപ്രായങ്ങളും നിലപാടുകളും വെച്ചു പുലർത്തിക്കൊണ്ട് ജനങ്ങളുടെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പിതമായ, അതിനുവേണ്ടി നിശബ്ദമായി തന്നെ കഴിയുന്ന മുഴുവൻ കഴിവ് പ്രയോഗിച്ച് പൊതുപ്രവർത്തകർക്ക് ഒരു ഉജ്ജ്വലമായ മാതൃകയാണ്, എന്നും പിന്തുടരേണ്ടുന്ന ഒരു മാതൃകയാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. എവിടെയും അറിയപ്പെടാൻ മുന്നോട്ട് വരാതെ സുന്ദരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു. അതെല്ലാം നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ വേഷത്തിലോ നടത്തത്തിലോ പെരുമാറ്റത്തിലോ തൻ്റെ ആ കഴിവുകളെ സംബന്ധിച്ചുള്ള ഒന്നും പ്രകടിതമാകാതെ സാധാരണക്കാരനായി നമ്മളോടൊപ്പം നടന്നു നീങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നമ്മൾ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും. അവർക്ക് അവർ അനുഭവിക്കുന്ന വിഷമ സന്ദർഭങ്ങളിൽ ഓർത്തെടുക്കാനുള്ള ആശ്വാസം പകരുന്ന ഒരു ഓർമ്മയായി അതെന്നും നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്ന പുസ്തകത്തിൻ്റെ മുഖവരി എഴുതിയ ചെല്ലപ്പമാഷാണ്. അത് അങ്ങനെ പരിചയപ്പെടുത്താൻ കാരണമുണ്ട്. ചെറുതുരുത്തി ഇവിടെ കിടക്കണ എങ്ങനെയാണ് ചെല്ലപ്പമാഷ പരിചയപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ എൻ്റെ മകൻ്റെ ഭാര്യ ജിഷനെ പഠിപ്പിച്ചിട്ടുണ്ട് ചെല്ലപ്പമാഷ്, മധുവിൻ്റെ ഭാര്യനെ. അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് അവിടെ കൊണ്ടിട്ട് അമ്മ എഴുതിയതെല്ലാം എടുക്കൂ, എന്നിട്ട് നമുക്ക് കാണിക്കാം, എന്നിട്ട് ബുക്കാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി മാഷ് എത്രയോ ദിവസം പിടിച്ചിട്ടാണ് അതെൻ്റെ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. ഇപ്പോഴും തെറ്റ് തീർന്നിട്ടില്ല. ആദ്യമായിട്ട് എഴുതിയത് എനിക്ക് മനസ്സിൽ തോന്നിയ അതൊക്കെ മാഷ്. പിന്നെ ഞാൻ ആ മാഷ ആയിട്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ മാഷിൻ്റെ ചെല്ലപ്പ മാഷെന്ന് ഞാൻ എപ്പോഴും വായിച്ചിട്ടില്ല. അഞ്ജലി വായിക്കും ചിലപ്പോൾ ഞാൻ അതിലിടുന്നത്. അപ്പോൾ എനിക്ക് അവിടെ മാഷ് മരിച്ചപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയില്ല, മധു കൊണ്ടുപോയില്ല. അമ്മ വരണ്ട, അമ്മ ഇങ്ങനെ ഇതിൽ സമയത്ത് വരാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴും എന്താ അതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കുകൊണ്ട് എനിക്കിപ്പോൾ മാഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലും അതെ നല്ലൊരു എപ്പോഴും കണ്ട ആ ചിരിച്ച മുഖം ആരുടെയും മനസ്സിൽ നിന്ന് മായാത്തൊരു തന്നെയാണ് ചെല്ലപ്പ മാഷ്. പിന്നെ എൻ്റെ ഇപ്പോൾ 2 കൊല്ലം മുമ്പേ അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ വാർഷികം നടന്നപ്പോൾ പിന്നെ മധുവിൻ്റെ ഭാര്യയുടെ അനുജത്തി ഭാര്യയൊക്കെ അവിടെ മാഷ് പഠിപ്പിച്ചാറുണ്ട് അവിടെ അന്ന് ആ സംഗമത്തിൽ. അപ്പോൾ അവിടെ എല്ലാ മാഷ് നാടകഗാനങ്ങൾ എല്ലാ KPSC നാടകത്തിലെ ബലികുടീരങ്ങളെ എന്നുള്ള എല്ലാ പാട്ടുകൾ എന്ത് നന്നായിട്ട് ആ പാട്ട് നമുക്ക് കേട്ട്. അപ്പം ഞാനതൊക്കെ അവളെ എനിക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് കുറേ ദിവസം കേട്ടുകൊണ്ടേയിരുന്നു. അത് നന്നായിട്ട് പാടാനും പറയാനും ആ ഭാഷ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതാണ് ഞാൻ 2 വാക്ക് പറയട്ടെ. കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും
എനിക്ക് മാഷ് ഞാൻ മരിക്കുന്നവരെ മറക്കാൻ പറ്റില്ല. മാഷ കൂട്ടുകാരനാണ് ഇവരെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് മാഷ് ആ ഒരു സ്നേഹമായിട്ട് നടന്നവരാ ആ അങ്ങോട്ടും എനിക്ക് മാഷ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്നറിയാം. വളരെ വാക്കുകൾ കൊണ്ട് വളരെ നമ്മളെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ലളിതമായ രീതിയിൽ സംസാരിക്കുകയും പിന്നെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ക്ലാസ് എടുത്തായിട്ടൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇപ്പോൾ ഈ സാറിരാം എൻ്റെ മാഷ് പറഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് ചെലപ്പം മാഷയെക്കുറിച്ച് ഒന്നും കൂടെ അറിയുന്നത്. അതിൽ വരയ്ക്കുന്ന ഒരാളാണ്, ഗാനങ്ങൾ പാടുന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മളും അതൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഒന്നുകൂടെ അദ്ദേഹത്തെ ചെലപ്പം മാഷയുടെ ഓർമ്മകളെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ അവരുടെ മകൾ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ഒരു മകളാണ്. സ്വന്തം അച്ഛനെ കുറിച്ച് ഇപ്പോഴും എല്ലാവരും ഇത്ര ബഹുമാനത്തോട് സംസാരിക്കുകയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു എന്ന് അറിയാൻ, അത് കാണാൻ അവർക്കും അതൊരു ഭാഗ്യം ഉണ്ടായി. അത്തരം എത്ര മക്കളാണ് അങ്ങനെയൊക്കെ ഭാഗ്യമുള്ളവർ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും അതിനും ഭാഗ്യമുള്ളൊരു കുട്ടിയാണ് അവർ. എന്തായാലും മാഷയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി. സ്വർണ്ണ പ്രഭാത ബുക്സുകളുണ്ടായിരുന്നു. അവിടെ എൻ ഗണേശൻ അവിടെ ഇതിലാണ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകും പുസ്തകം എടുക്കും. അപ്പോൾ അദ്ദേഹം മാസാണ് ചെല്ലപ്പനാണെന്ന് പറഞ്ഞാൽ ഗണേശനെ പരിചയപ്പെടുത്തിയത് ഒരു 69 കാലഘട്ടങ്ങളിലാണ്. ഇപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പേര് മാത്രം മനസ്സിലാക്കി വെച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ മാതൃഭൂമിയിൽ വായിക്കാറുണ്ട്. അന്ന് വന്ന കാലത്ത് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ പോയി. പഠിപ്പ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് റിട്ടയറായി. പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഒരു പുസ്തകം 2012 പ്രസിദ്ധീകരിച്ച് ആ കഴിഞ്ഞിട്ട് ഒരു എനിക്കൊരു കാർഡ്, ഒരു പോസ്റ്റ് കാർഡാണ്. പക്ഷേ ബാലകൃഷ്ണൻ നമ്മൾ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, എനിക്കത് ഓർമ്മയില്ല, പരിചയപ്പെട്ടിട്ടുണ്ട്. തൻ്റെ പുസ്തകത്തിലെ ചരിത്രത്തിൽ എന്നൊരു ഭാഗം തെറ്റാണ്, അത് ശരിയായി തിരുത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അടിയിൽ ചിലപ്പോൾ മാസങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ 9 കൊല്ലം കാലമൊക്കെ മറന്നുപോയി. ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇപ്പോൾ കാട്ടോളം വെച്ചു. അങ്ങനെ കുറേ ആൾക്കാർ കാട്ടുകൾ പറയാം. എന്താണെന്ന് വെച്ചാൽ കണ്ട് ഒരു മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയിട്ടൊരു ബാധകമാണ്. അതായത് അന്നത്തെ കുഞ്ഞമ്മദ് ഹാജി എന്ന് പറയുന്ന മലബാർ കലാപത്തിലെ മാപ്പിള തലവൻ കവളപ്പാറ കൊട്ടാരം ആക്രമിക്കാൻ വന്നു. ആക്രമിച്ച് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് കവളപ്പാറ കൊട്ടാരത്തെ കല്ലറയിൽ കയ്യും കാലും വെട്ടി മുളകൂടി തിരുമ്പി കല്ലറ തട്ടിയുന്ന ഒരു വാചകം എഴുതി. എനിക്ക് കിട്ടിയ MGS നായരും കൂട്ടരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തെറ്റാണ് എന്ന് പറഞ്ഞു. കുഞ്ഞമ്മദ് ഹാജിനെ കൊപ്പത്ത് വെച്ചത് ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ച് കൊണ്ടുണ്ടായതാണ്. അതൊക്കെ എല്ലാം പറഞ്ഞ് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞു. ഒരു ദിവസം ഡോക്ടർ രാജേന്ദ്രൻ്റെ ചരിത്രകാരനാണ്, അദ്ദേഹത്തെ അന്വേഷണമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലപ്പോൾ മാസം എൻ്റെ വീട് അന്വേഷിച്ച് വന്നു. എന്നെക്കൊണ്ട് തിരിച്ചേ പറ്റുള്ളൂ. ഞാൻ അടുത്ത ഇത് കഴിഞ്ഞപ്പോൾ അപ്പോൾ പണ്ട് പരിചയപ്പെട്ട കഥകൾ ഗണേശൻ്റെ അടുത്തൊക്കെ പരിചയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞു അടുത്ത എഡിഷനിൽ ഞാൻ ആ ഭാഗം തിരുത്തി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ തിരിഞ്ഞ അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മശക്തി, ഒരു സ്നേഹം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം ചെറുപ്പമാണ് കണ്ടപ്പോൾ. അത് ഞാൻ ഗണേശനാണ് വളരെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൻ്റെ. എനിക്ക് കവിത അറിയില്ല, കവിത വായിക്കാനുള്ള പാഠമൊന്നും അറിയില്ല. എല്ലാവർക്കും നമസ്കാരം. ചെല്ലപ്പ മാസ്റ്ററെ അനുസ്മരണം പരിപാടിയുടെ 2ാം വർഷമാണ്. എനിക്ക് തോന്നുന്നത് മാനവികത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അതിനൊറ്റ വാക്ക് മറുപടി പറയുകയാണെങ്കിൽ ചെല്ലപ്പ മാസ്റ്റർ എന്ന് പറയാം. ഏത് മേഖലയിലും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ ഒരു ബിംബമായിട്ട് തന്നെയാണ് ചെല്ലപ്പ മാഷ് ഉണ്ടായിരുന്നത്. ഇപ്പം രാമേന്ദ്ര മാഷ് പറഞ്ഞ പോലെ സിമന്റ് കോൺക്രീറ്റിൽ ഉറപ്പിക്കാൻ കൂടി എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ മനസ്സിലൊക്കെ ചെല്ലപ്പ മാഷ് ചിലത് ഉറപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ചിലതൊരു പുഞ്ചിരിയായിരിക്കാം, ചിലപ്പോൾ അതൊരു നല്ല കവിതയായിരിക്കാം, ഒരു നല്ല പാട്ടായിരിക്കാം, ഒരു ചേർത്ത് പിടിക്കലായിരിക്കാം, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കലായിരിക്കാം. ഇങ്ങനെ പലതായി നമുക്ക് നമ്മളെ ബലപ്പെടുത്തിയ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ചില കോൺക്രീറ്റുകൾ നമ്മുടെ ഉള്ളിൽ രാമേന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആ ചെലപ്പ മാഷെ
അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങ് തനിമ സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട്, നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ചെയർപേഴ്സൺ കൂടിയായ നിർമ്മല മാഡത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുസ്മര പ്രഭാഷണം നടത്തിയ നമ്മുടെ രാമേന്ദ്രൻ മാഷ് ഒരു സ്കൂളിൽ പറയുമ്പോൾ ഒരു ജീവിതത്തിൽ എപ്പോഴും സജീവമായി ജീവിച്ചിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് സ്കൂളിലുള്ള കാലമായിരിക്കും. ഒരു അധ്യാപക നിലയ്ക്ക് അത് എനിക്കും ബോധ്യമുള്ളതാണ്. അതിനോടൊപ്പം നിന്ന ഒരാൾക്ക് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അനുസ്മരിക്കാൻ കഴിയുക, ആ മേഖലയിൽ പല രീതിയിലും അനുസ്മരിക്കാൻ കഴിയുക. അത് വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ പ്രസക്തവും എന്നാൽ വലിയ ഒരുപാട് നീട്ടലില്ലാതെ വളരെ കാലികവുമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് അനുസ്മരണം നടത്തി അദ്ദേഹത്തിനുള്ള നന്ദി. നമ്മളുടെ ഇടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നന്മ, ഒരു നല്ല മനുഷ്യൻ ഇല്ലാതായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓരോ സ്ഥലത്തും നമുക്ക് തേട്ടിയെത്തും. പാഞ്ഞാൾ ഞാൻ കണ്ടു പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും പല ഭാഷകളിലുമായിട്ട് അദ്ദേഹം ചിത്രങ്ങളായിട്ട് നിറയുന്നുണ്ട്. രാമേന്ദ്രൻ മാഷ് പറഞ്ഞ മാണ് ചിരി നിലയ്ക്കുമ്പോൾ, ഒരു ചിരി നിലയ്ക്കുമ്പോൾ എന്തു തോന്നും, ഒരു പുഴ വറ്റിയ പോലെ തോന്നും. ഒരു ചിരി നിലയ്ക്കുമ്പോൾ എന്തു തോന്നും, ഒരു പുഴ വറ്റിയ പോലെ തോന്നും. ഒരു മഴ തോരുമ്പോൾ എന്തു തോന്നും, ഒരു വഴി മാറുന്ന മട്ടു തോന്നും. ഒരു മഴ തോരുമ്പോൾ എന്തു തോന്നും, ഒരു വഴി മാറുന്ന മട്ടു തോന്നും. ഒരു താര വിരിയുമ്പോൾ എന്തു തോന്നും, ഒരു ജീവൻ തുടിക്കുന്നു എന്നു തോന്നും. ഒരു താര വിരിയുമ്പോൾ എന്തു തോന്നും, ഒരു ജീവൻ തുടിക്കുന്നു എന്നു തോന്നും. ആകാശത്ത് വിരിഞ്ഞ പുതിയ താര പോലെ എന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലപ്പൻ മാഷ്. അദ്ദേഹത്തിന് വേണ്ടി ഈ വരികൾ ഞാൻ സമർപ്പിക്കുന്നു. മൗനമായി നീങ്ങുന്നു സായം സന്ധ്യയിൽ സൂര്യൻ, ഇരുളറയിൽ രാപ്പുതച്ചുറങ്ങാൻ. മൗനമായി നീങ്ങുന്നു സായം സന്ധ്യയിൽ സൂര്യൻ, ചിതറിപ്പറക്കും മിന്നാമിനുങ്ങുകൾ പോൽ തെളിയുന്നു മായുന്നു താരകങ്ങൾ. ചിതറിപ്പറക്കും മിന്നാമിനുങ്ങുകൾ പോൽ തെളിയുന്നു മായുന്നു താരകങ്ങൾ. നിർവികാരമായി മേഘക്കാടുകൾ നീങ്ങവേ തഴുകിപ്പോയ സ്മൃതികളെ ഉണർത്തി. നിർവികാരമായി മേഘക്കാടുകൾ നീങ്ങവേ തഴുകിപ്പോയ സ്മൃതികളെ ഉണർത്തി. വരണ്ട നിരാശകളായി മഞ്ഞുമറ നീക്കി വന്ന ഭൂതം, വെള്ളക്കടലാസു പൂക്കളായി വിടർന്നു. പെയ്യും മനസ്സൊരു ചാന്താട്ടമായ അമരും നേരം, കാറ്റിലുതിർക്കും ചില്ലക്കിലുക്കങ്ങൾ നിഴലാട്ടമായി നൃത്തം ചെയ്യവേ. ഞാനലഞ്ഞ വീതികൾ നിറയെ ശിശിരകാലം വിരിച്ച കമ്പളത്തിൽ, തീരാത്ത വർണ്ണങ്ങളാൽ കൊരുത്ത നിറമാലകൾ, നിറച്ചാർത്തുകൾ മങ്ങി സൗരഭ്യം നിലച്ച് നൈർമല്യമായി ദുഃഖമാർന്നു ചിതറിക്കിടപ്പൂ. നിശാഗന്ധികൾ വിടരും നിലാവർഷങ്ങൾ വേഗച്ചിറകാൽ പറന്നകലവേ. സുഗന്ധങ്ങൾ നിറഞ്ഞ വസന്തപ്പകിട്ടുകൾ നോക്കെത്താ ദൂരം താണ്ടിയതറിഞ്ഞില്ല സഖേ. ഇരുട്ടിനെ പുതച്ചുറങ്ങും അവനെപ്പോൽ ഉദയമെനിക്കിനിയില്ലെന്ന തിരിച്ചറിവാൽ, എന്നസ്തമയത്തിനിത്തിരി ചായം ചാലിക്കാൻ അതിമോഹമെങ്കിലും ഒരെത്തി നോട്ടത്തിനായി പിന്തിരിഞ്ഞോടാൻ വെറുതെ ആശിച്ചുപോയി
ജീവിത സായന്തനത്തിലും മോഹമായി. നിസ്സംഗതയാണ്. സങ്കടമോ സന്തോഷമോ തരാത്ത, നഷ്ടമോ നഷ്ടബോധമോ തോന്നാത്ത ചില മരണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. അവർ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് നമ്മെ ബാധിക്കില്ല എന്ന വിശ്വാസം. പക്ഷേ നാളുകൾ നീണ്ടുപോകവേ പല സമയത്തും ഓർമ്മകളിലൂടെ വന്ന് അവർ നമ്മുടെ മനസ്സ് കൈയടക്കുന്നു. ചില സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളിൽ ആദ്യം തെളിയുക അവരുടെ മുഖമായിരിക്കും. പിന്നീടത് മനസ്സിൻ്റെ കുറ്റബോധത്തിലേക്കും തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ കുറവ് കാണിച്ചു തരുവാനും തുടങ്ങും. അങ്ങനെ അങ്ങനെ നിസ്സംഗതയോടെ മാത്രം കേട്ട ചില മരണങ്ങൾ പിന്നീട് നാം എപ്പോഴും ഓർക്കാനും തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ സ്വന്തമെന്നോ ബന്ധമെന്നോ ഇല്ലാതെ ചിലർ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വൈകിയാണെങ്കിലും നാം അറിയുന്നു. മുഖാമുഖം കണ്ടപ്പോൾ ഒന്നും മിണ്ടാഞ്ഞതിൽ, രോഗിയാണെന്നറിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാത്തതിൽ, അവസാനമായി ഒന്ന് കാണാൻ പോകാത്തതിൽ, എല്ലാത്തിനും മനസ്സിനെ സ്വയം ശപിച്ചുകൊണ്ടുള്ള ദിനങ്ങൾ കൂടുന്നു. മരണം അത് അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ കാണാത്ത മൂല്യം മരണത്തിലൂടെ തിരിച്ചറിയുന്നു. ഏകാന്തതയുടെ കൂട്ടുകാരി. സ്വപ്നങ്ങളെ തടവിലാക്കി ഏകാന്തതയ്ക്ക് കൂട്ടിരിക്കുന്നവൾ. മനസ്സ് മൗനമായി എന്നോട് മന്ത്രിച്ചിരുന്നത് നിന്നെ പുണരാനായിരുന്നു. പലപ്പോഴും എൻ്റെ ജൽപ്പനങ്ങൾ പ്രതിധ്വനികളായി നിന്നിൽ മാത്രം ലയിച്ചുകൊണ്ടിരുന്നു. മതിഭ്രമത്തിൻ്റെ തീച്ചുളയിലും നിന്നിലൊരു ലോകം തീർത്ത് ഞാനതിൽ ശയിച്ചിരുന്നു. എൻ്റെ മിഴികൾ പെയ്തൊഴുകി കപോലങ്ങളിൽ പടർന്നത് കണ്ടത് നീ മാത്രമായിരുന്നു. എന്നിലൂടെ എനിക്കൊരു യാത്ര പോകാൻ നീ വേണമായിരുന്നു. മറവിയുടെ അടരുകളടർത്തി ഓർമ്മയുടെ കാതിൽ തെളിയാനും ചിലപ്പോഴൊക്കെ നീയൊരു നിമിത്തമായി. എങ്കിലും വിവശയായ എന്നിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നീയൊരു നോവാണെന്ന് തോന്നി. ആസ്വാദനത്തിൻ്റെ ഭാവതലങ്ങളിൽ വ്യത്യസ്തതയുടെ ചതുരംഗം തീർക്കുന്ന സുഖമുള്ള നോവ്. പൊക്കിൽ കൊടിതൻ ചോരയുണങ്ങും മുൻപേ ചികഞ്ഞു മാറ്റി ഉറപ്പാക്കി ചുളിവ് വീണുടങ്ങിയ കണ്ണുകൾ പെൺകുഞ്ചാണെന്ന സത്യം. അറുത്തു മാറ്റിയ പൊക്കിൽ കൊടിതൻ ചോരയുണങ്ങും മുൻപേ ചികഞ്ഞു മാറ്റി ഉറപ്പാക്കി ചുളിവ് വീണ് ഉണങ്ങിയ കണ്ണുകൾ പെൺകുഞ്ഞാണെന്ന സത്യം. ഭ്രാന്തമായി പുലമ്പി പിറകോട്ടെടുത്ത കാലുകൾ ശാപവാക്കുകൾ തീർത്തു ആ കുഞ്ഞ് മേനിയിലൊരു ശരവർഷം കണക്കിൽ. ഭ്രാന്തമായി പുലമ്പി പിറകോട്ടെടുത്ത കാലുകൾ ശാപവാക്കുകൾ തീർത്തു ആ കുഞ്ഞു മേനിയിലൊരു ശരവർഷം കണക്കിൽ. വറ്റി വരണ്ട ചുണ്ടിലേക്ക് രമ്മതൻ അശ്രുബിന്ദുക്കൾ പൊഴിഞ്ഞു. വറ്റി വരണ്ട ചുണ്ടിലേക്ക് അമ്മതൻ അശ്രുബിന്ദുക്കൾ പൊഴിഞ്ഞു വീഴവേ തിരിച്ചറിയുന്നു ആ കുരുന്നു ജീവൻ അമ്മതൻ സ്നേഹചുംബനം. വറ്റി വരണ്ട ചുണ്ടിലേക്കൊരമ്മതൻ അശ്രുബിന്ദുക്കൾ പൊഴിഞ്ഞു വീഴവേ തിരിച്ചറിയുന്നു ആ കുരുന്നു ജീവൻ അമ്മതൻ സ്നേഹചുംബനം. അമ്മയ്ക്ക് തൻ കുഞ്ഞുങ്ങളെന്നും കുഞ്ഞുങ്ങൾ തന്നെയല്ലോ. അമ്മയ്ക്ക് തൻ കുഞ്ഞുങ്ങളെന്നും കുഞ്ഞുങ്ങൾ തന്നെയല്ലോ. താങ്ക് യു. ഞാൻ ഈ തനിമയിൽ അംഗമായിട്ടിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. ചെല്ലപ്പൻ മാഷയുടെ അനുസ്മരണ പരിപാടിയിൽ ഇത് 2ാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്. സാഹിത്യപരമായിട്ടുള്ളൊരു കഴിവുകൾ എനിക്കില്ല. പക്ഷേ നേരത്തെ ഇവിടെ മധുമാഷ് പറഞ്ഞ പോലെ, രാമേന്ദ്രൻ മാഷ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ പോലെ, നമ്മുടെയൊക്കെ മനസ്സിൽ എനിക്ക് ചെല്ലപ്പൻ മാഷായിട്ട് യാതൊരു ബന്ധവുമില്ല, അറിയില്ല. ഇവിടെ വന്നതിന് ശേഷം ഈ പരിപാടികൾ പങ്കെടുത്തതിന് ശേഷമാണ് മാഷെ അറിയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നേരത്തെ മധുമാഷ് പറഞ്ഞ പോലെ ഒരു കോൺക്രീറ്റ് പോലെ എന്തൊക്കെയോ ഇപ്പോൾ എൻ്റെ മനസ്സിലും മാഷ ഓർമ്മകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റുള്ള കവിതകളോ സാഹിത്യ സൃഷ്ടികളോ ഒന്നും ഇവിടെ പറയാനില്ല. മാഷ് പാടുമായിരുന്നു എന്ന് ഇവിടെ രാമേന്ദ്രൻ മാഷ് പറഞ്ഞു. ആസ്വദിക്കാനും പാട്ടുകൾ ആസ്വദിക്കാനും കവിതകൾ ചൊല്ലാനും ആസ്വദിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു മാഷിനെന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ട് മാഷ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനൊരു പഴയ ഒരു നാടകഗാനം ആലപിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ
ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മരമഞ്ചം തോളിലേക്ക് പോവുകില്ലേ മധുരിക്കും ഓർമ്മകളെ മരമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മരിച്ചിരുന്നെന്ന് ഞാനറിയാതെ നിലച്ചുപോയി എങ്കിലും നീ എന്നെ പ്രണയിച്ചിരുന്നെന്ന് ഞാനറിയാതെ നിലച്ചുപോയി നീ അറിയാതെ എന്നനുരാഗ പതംഗങ്ങൾ നീയാകും ചെണ്ടിലെത്തേ നുകർന്നു ഞാനറിയാതെ എന്നാത്മവിഭഞ്ചിയിൽ അനുരാഗ പല്ലവി തൊട്ടുണർത്തി ഞാനറിയാതെ എന്നാത്മവിഭഞ്ചിയിൽ അനുരാഗ പല്ലവി തൊട്ടുണർത്തി അനുരാഗമഞ്ജരി തളിരിട്ടതാദ്യമായി നീയാകുമാരാമത്തണലിതല്ലോ എന്റെ വികാരങ്ങൾ പുൽകിപ്പടർന്നതും നീയാകും സങ്കൽപ്പഭൂവിലല്ലോ കാണാത്ത സ്വപ്നങ്ങൾ പകുത്തന്നു തന്നതും നീയാം വസന്തത്തിൻ കൈകളല്ലോ എന്റെ കൈവെള്ളയിൽ അധര പുഷ്പങ്ങൾ പൊഴിച്ചിട്ട പൂങ്കാറ്റും നീയല്ലയോ ഋതുഭേദമില്ലാതെ വർണ്ണ സ്വപ്നങ്ങൾ എന്നിൽ നിറച്ചതും നീയല്ലയോ മധുര സ്വപ്നങ്ങളിൽ എൻ മനോമുകുരത്തിൽ മായാത്ത ചിത്രം വരച്ചു വെച്ചും അനുരാഗനൂലിനാൽ എന്നെ ബന്ധിച്ചെങ്ങോ പറയാതെ പോയതും നീയല്ലയോ അനുരാഗനൂലിനാൽ എന്നെ ബന്ധിച്ചെങ്ങോ പറയാതെ പോയതും നീയല്ലയോ പറയാതെ പോയതും നീയല്ലയോ. ആൽബം. കുട്ടിക്കാലം തൊട്ട് തലയിൽ വെള്ളിക്കമ്പി കയറാൻ തുടങ്ങിയ ഇക്കാലം വരെയുള്ള ഫോട്ടോകളുടെ വലിയൊരു ശേഖരമുണ്ട് കൈവശം. അലസവും വിരസവുമായ വിശ്രമ ജീവിതവേളയിൽ അവ കൂട്ടിച്ചേർത്ത് ഒരു ആൽബം എന്നൊരാശയം ഉടലെടുക്കുന്നു. ബാല്യം തൊട്ട് ഇന്നോളം എന്ന ആരോഹണക്രമത്തിൽ അവയെ താളുകളിൽ പതിച്ചു. ആദ്യ പകുതിയിൽ ഏറെയും കൗമാരകാലം വരെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ, ശേഷം ഭാഗം കളർ ചിത്രങ്ങളും. തുടർന്ന് ഓരോ ദിനങ്ങളിലും ഇടയ്ക്കിടെ ഏടുകൾ നോക്കി ഓർമ്മകൾ അയവിറക്കുന്നത് ഒരു ശീലമായി മാറുന്നു. എന്തെന്നറിയില്ല, മരിക്കും തോറും ദിനാന്തരങ്ങളിൽ പേജുകളുടെ തുടക്കം വർണ്ണാഭമായും ഒടുക്കം മങ്ങുന്ന പോലെ. മണികൾ എന്ന കവിത കുറച്ച് വരികൾ പാടാം. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയിൽ അലങ്കാരമൊന്നുമില്ല. കയ്യിൽ വളയില്ല,
കാലിൽ കൊലുസില്ല, മെയിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പു പാടത്ത് നീർപ്പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടുപഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗിയഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ട് പാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ ഭയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ ഭയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.